ഹായ് മക്കളെ, ആദ്യം ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് എത്രമാത്രം ഇതിൽ അവഗാഹം ഉണ്ടെന്ന് പറയാൻ. എയിംസിൽ നേഴ്സിംഗ് പഠിക്കാൻ നീറ്റ് വഴിയാണ് അഡ്മിഷൻ, യെസ് ഓർ നോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യടാ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 2 മണിക്കൂറായിട്ട് ഞാൻ നേഴ്സിംഗ് അഡ്മിഷനെ കുറിച്ച് അത്യാവശ്യം ഗഹനമായിട്ട് റിസർച്ച് ആയിരുന്നു. കുറേ വെബ്സൈറ്റ് നോക്കി, കുറച്ച് നേഴ്സിംഗ് കോളേജിലെ ആൾക്കാരുടെ പ്രിൻസിപ്പൾമാരെ വിളിച്ചു നോക്കി. ആൻഡ് എന്തിനാ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ +2 കഴിഞ്ഞതിന് ശേഷം വളരെ പ്രതീക്ഷയോടെ അല്ലെ കോൺഫിഡൻറ്റോട് കൂടി ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു കരിയറാണ് നേഴ്സിംഗ്. അപ്പോൾ ആ നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അത് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതുവരെ ഈ അഡ്മിഷനെ കുറിച്ച് എൻ്റെ കുറേ ധാരണകൾ തെറ്റായതെന്ന് മനസ്സിലായത്. സോ ഇന്ന് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ആൻഡ് ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലായി ഞാനൊരു 2 മണിക്കൂറാണ് ഇത് പഠിച്ചത്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇതിൻ്റെ മുകളിൽ റിസർച്ച് നടത്തുന്നതിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നിങ്ങളെ ജീവിതം തീരുമാനിക്കാൻ പോകുന്ന കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതും കൂടെ നിങ്ങൾ നടത്തുക. പക്ഷേ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, നേഴ്സിങ്ങിന് ഇനി സ്കോപ്പ് ഉണ്ടോ എന്നുള്ളൊരു എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ എയിംസ്, ജിപ്മർ, പിന്നെ ഏതാ AFMC പോലത്തെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് കോഴ്സിന് എങ്ങനെ അഡ്മിഷൻ കിട്ടാം, അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലെ നേഴ്സിങ്ങിന് നീറ്റ് വേണോ, അതേപോലെ തന്നെ പ്രൈവറ്റിൽ എങ്ങനെയാണ് അഡ്മിഷൻ, പിന്നെ ഔട്ട്സൈഡ് കേരള നേഴ്സിങ്ങിന് പോകുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെയൊക്കെ ഫീസ് എത്രയാണ്, പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ജനറൽ നേഴ്സിംഗ് GNM, ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഇതൊക്കെ ഞാൻ ഇന്ന് പഠിച്ചാട്ടോ. അപ്പം അതായത് +2 സയൻസ് എടുക്കാത്ത ആൾക്കാർക്ക് നേഴ്സിങ്ങിൽ കരിയർ എടുക്കാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 15 മിനിറ്റിൽ ഒതുക്കാനാവും നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. ഒരു സംശയമില്ല, നേഴ്സസിന് സ്കോപ്പ് ഉണ്ട്. മനുഷ്യനുള്ള കാലത്തോളം എന്താണ് നേഴ്സസിന് സ്കോപ്പ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് എനിക്ക് തോന്നുന്നത് ഒരു ഡോക്ടർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു 4-5 നേഴ്സ് ആ ഡോക്ടറെ ചുറ്റിപ്പറ്റി അവിടെ വേക്കൻസി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസിൽ ഒരു ഡോക്ടർ നേഴ്സ് റേഷ്യോ ഒക്കെ ഓൾമോസ്റ്റ് 1:5 ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ മറ്റൊരു കാര്യം കൂടെ എനിക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ, എൻ്റെ കരിയറിലെ 5 ഇയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിലായിരുന്നു. ഞാൻ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഹോസ്പിറ്റൽ IT-യിലായിരുന്നു ഞാൻ ഒരുപാട് കാലം വർക്ക് ചെയ്തത്. അപ്പോൾ IT ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേഴ്സസൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നേഴ്സ് ആസ് എ പ്രൊഫഷൻ ഭയങ്കര പോസിറ്റീവായിട്ട് ആകെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസൻറ്റ് ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങളൊരു ചൊറിയനാണ്, അല്ലെ ചൊറിയത്തെയാണ് ചിലപ്പോൾ നിങ്ങൾ പേഷ്യൻ്റായിട്ട് കച്ചടം, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര സ്നേഹം നൽകുന്ന, സ്നേഹം മാത്രം തിരിച്ചു കിട്ടുന്ന ഒരു ദേവതയെപ്പൊക്കെ പോലെ കാണുന്ന റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത നല്ല ഹോസ്പിറ്റലായതുകൊണ്ട് നല്ല ട്രെയിനിങ് അവർ കൊടുക്കും. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, നേഴ്സ് ഇസ് നെവർ എവർ ഈക്വൽ ടു ഓർ നിയർ ടു എ ഡോക്ടർ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതായത് ഡോക്ടർ ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് താഴെയാണ് ഒരു അസിസ്റ്റൻറ്റ് ഫോർ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നേഴ്സ് വരുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് കിട്ടിയൊരു ഡോക്ടർ ആവുന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഒരു വർഷം കഷ്ടപ്പെടണ്ടല്ലോ, നേഴ്സ് ആണെങ്കിലും നല്ലതല്ലേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, ചിന്തിക്കാൻ മാത്രമുള്ള ഭയങ്കര ക്ലോസ് ഒന്നുമല്ല ഡോക്ടർ നേഴ്സും, നല്ല വ്യത്യാസം തന്നെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സാലറിയാണ്. സാലറിയുടെ കേസിൽ കുറച്ച് കാലം വരെ ഇന്ത്യയിൽ നേഴ്സസിൻ്റെ സാലറി എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരുന്നു. സോ നേഴ്സിംഗ് എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പ്രോസസ്സായിരുന്നു. നേഴ്സിംഗ് പഠിക്കുന്നു, 2 വർഷം കഷ്ടപ്പെട്ടു. അതായത് പല രാജ്യങ്ങളും പുറത്തേക്ക് നേഴ്സിങ്ങിന് പോകണമെങ്കിൽ എന്താണ്, ഒരു ലൈസൻസിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇപ്പം ദുബായിലാണെങ്കിൽ DHAയുടെ ലൈസൻസ്, അബുദാബി വേറെ എവിടെയെങ്കിലാണെങ്കിൽ MOH എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ലൈസൻസ് എടുക്കാൻ 2 ഇയേഴ്സ് വർക്ക് ചെയ്യണം. അപ്പോൾ 2 ഇയേഴ്സ് ഇന്ത്യയിൽ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുക, പുറത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ UK-യിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ഒരു രീതി. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേഴ്സസിന് കമ്പാരിറ്റീവ്ലി ബെറ്റർ സാലറി ആയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും പ്രതിഷേധങ്ങൾ, പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നേഴ്സിംഗ് സാലറി എന്ന് പറയുന്നത് നേഴ്സസിനുള്ളത് 28K സ്റ്റാർട്ടിങ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ബാഡ്. അതായത് കമ്പയറിങ് ടു മെനി അതർ ജോബ് റോൾസ് 28,000 രൂപ മാസം തുടക്കത്തിൽ കിട്ടുക എന്ന് പറയുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമില്ല. ഭയങ്കര നല്ലതാണെന്ന് വെച്ചാൽ 50,000-ൻ്റെ താഴെയൊന്നും നല്ലതല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് അതിനുശേഷം 2 വർഷം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വിദേശ രാജ്യങ്ങളിലും പോകാൻ പറ്റും. അവിടെയൊക്കെ നേഴ്സസിന് അവസരം നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാനെപ്പോഴും എൻ്റെ ഒരു പ്രയോറിറ്റി ആട്ടോ, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണലാണ്. നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റുന്നില്ല, ആൻഡ് അതേപോലെ തന്നെ NIT-യിൽ IIT-യിലേക്ക് എടുക്കാനുള്ള JEE-ക്ക് റിപ്പീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമില്ല, ആൻഡ് എൻജിനീയറിങ്ങിന് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല ഏതെങ്കിലും കോളേജിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ നേഴ്സിംഗ് ആണെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ എഞ്ചിനീയർ വേഴ്സസ് നേഴ്സിംഗിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അല്ല, എഞ്ചിനീയർ വേഴ്സസ് നേഴ്സിംഗിൽ നിങ്ങൾക്ക് തോന്നുന്നു നേഴ്സിംഗ് ബെറ്റർ എന്ന് തോന്നുന്നു, അങ്ങോട്ട് പോയിക്കോ. ഓക്കെ. ആൻഡ് അതിനേക്കാൾ ഞാൻ പേഴ്സണലി എനിക്കൊരു ബയാസ് ഉണ്ട് എഞ്ചിനീയറിംഗിൽ. ഓക്കെ, അത് പോട്ടെ, അത് കഴിഞ്ഞു. അപ്പോൾ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീസൻറ്റ് സ്കോപ്പാണ്.
എന്തായാലും നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നഴ്സസിൽ ജോലി ഇല്ലാതായി പോകില്ല. ആൻഡ് ഒരു എയും റീപ്ലേസ് ചെയ്യാനും പോകുന്നില്ലാത്ത ജോലി തന്നെയായിട്ടാണ് നഴ്സിംഗ് ഞാൻ കാണുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് എയിംസിൽ എന്താ സ്ഥിതി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ എയിംസിൽ നീറ്റ് വഴിയല്ല നഴ്സിംഗിൻ്റെ അഡ്മിഷൻ, അവർക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ട്. ആൻഡ് ഈ സെപ്പറേറ്റ് എക്സാമിൻ്റെ കേസിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് എയിംസ് ഡൽഹി മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ എയിംസിലെ BSc നഴ്സിങ്ങിനും കൂടെ ഒരൊറ്റ എക്സാമാണ്. ആ എക്സാമിൻ്റെ 2026 ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ജൂൺ എക്സാക്റ്റ് എന്നോട് മറന്നു കേട്ടോ, ജൂൺ 26 ആ ഒരു റേഞ്ചിലാണ്, ജൂൺ 20s ഓക്കെ. അപ്പം ആ എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മാർച്ചിൽ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ഒരു 20 ദിവസം കൂടെ ഉണ്ട്. അപ്പം ഏകദേശം ഒരു 80 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് എയിംസിൽ നിങ്ങൾ പഠിച്ചിട്ട് നഴ്സിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ നഴ്സിംഗ് കരിയർ. കാരണം എന്താ വെച്ചാൽ ബാക്കി പല കാര്യത്തിലും നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എയിംസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ആകെ +2 ക്വാളിഫയിങ് മാർക്ക് എനിക്ക് തോന്നുന്നു 50% ആണെന്ന്, ബാക്കി എക്സാമിലെ സ്കോർ അനുസരിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ കരുതും എന്താണ് സാറേ നിങ്ങൾക്കൊരു ആവേശമൊക്കെ വന്നില്ലേ. അത് എയിംസിൻ്റെ കേസിൽ കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെ പ്രോസ്പെക്ടസ് ഇറങ്ങിയിട്ടില്ല. പ്രോസ്പെക്ടസിൽ എന്താണ് സിലബസ് എന്ന് പറയുമ്പം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 12th സ്റ്റാൻഡേർഡ്, അതായത് ഞങ്ങൾ പ്രത്യേകിച്ച് സിലബസ് ഒന്നും പറയുന്നില്ല, പക്ഷേ 12th ലെവൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ബയോളജി എന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ 12th പഠിച്ച, 11th ഇല്ല, 12th പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അതിൽ മെയിൻലി ചോദിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നീറ്റ് ക്രാഷ് നിങ്ങൾ പഠിക്കുകയാണ്, എന്നിട്ട് +1 നോക്കാതെ +2 പോർഷൻ മാത്രം നിങ്ങൾ 80 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് എത്ര ചാപ്റ്ററോടെ, കെമിസ്ട്രി 9, ഫിസിക്സ് 14, 23, ബയോളജി എത്രയോ 17 അറൗണ്ട് അല്ലേ. അപ്പം ഒരു 30-40 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. നല്ല ഓപ്ഷനാണ്. ആൻഡ് എക്സാം പാറ്റേണിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. എക്സാം പാറ്റേൺ ഒന്ന് ടോട്ടലി ഓൺലൈനാണ് എക്സാം. ആൻഡ് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ക്വസ്റ്റ്യൻ ഫിസിക്സ്, 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രി, 30 ക്വസ്റ്റ്യൻ ബയോളജി, പ്ലസ് ഒരു 10 ക്വസ്റ്റ്യൻ എന്തുണ്ട്, ജനറൽ നോളജ് എന്ന് പറഞ്ഞുണ്ട്. ആ 10 ക്വസ്റ്റ്യൻ അടക്കം 100 ചോദ്യങ്ങൾ 120 മിനിറ്റ് ആണ്. ശരി ഉത്തരത്തിന് +1, തെറ്റിപ്പോയാൽ -1/3. ഇതാണെന്ത് എയിംസിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ. ഓക്കെ, സോ നിങ്ങൾക്ക് സീരിയസ്ലി എന്തുണ്ട് നഴ്സിംഗ് ആണ് നിങ്ങൾ പോകാമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു 2.5 മാസം ഇതിനു വേണ്ടി ട്രൈ ചെയ്യണം. ദ ബെസ്റ്റ് സോഴ്സ്. പിന്നെ ഈ എക്സാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് PYQ അങ്ങനത്തെ പല കാര്യങ്ങളും എന്താണ് കിട്ടാൻ പ്രയാസമാണ്. ആൻഡ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഒരു നീറ്റ് ലെവലിൻ്റെ ആ ഒരു കുറച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നാണ് കുട്ടികളുടെ ഫീഡ്ബാക്ക്. ഓക്കെ, എക്സാം എഴുതിയ ആൾക്കാരുടെയൊക്കെ. അപ്പം നല്ലൊരു ഓപ്ഷനാണ് എല്ലാ എയിംസിലേക്കും കൂടെ ഈ സംഭവമാണ്. ആൻഡ് മാത്രമല്ല എയിംസിലെ പാരാമെഡിക്കലിനൊക്കെ ഇതേ എക്സാംസ് ആണ് വരുന്നത് കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ എയിംസിൻ്റെ കേസ് കഴിഞ്ഞല്ലോ. പിന്നെ അടുത്തത് വരുന്നത് നെക്സ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ജിപ്മറും അതേപോലെ തന്നെ AFMCയുമാണ്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുമാണ്. ഇവിടുത്തെ കേസിൽ നീറ്റിൻ്റെ നിങ്ങൾ റാങ്ക് വെച്ചാണ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ആൻഡ് ഇത് ഓൾമോസ്റ്റ് വെരി ഡിഫിക്കൽട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത് ജിപ്മറിലും AFMCയിലൊക്കെ നീറ്റിൻ്റെ ഒരു റാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ സാധനമൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര മാർക്ക് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്, നീറ്റിന് എത്ര മാർക്ക് കിട്ടിയാലും ജിപ്മറിൽ കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മാർക്ക്, റാങ്കാണ്. ഓക്കെ, റാങ്കിലാണ്. അതായത് ഇപ്പോൾ പരീക്ഷ ടഫാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും 600 മാർക്കിന് ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ ജിപ്മറിൽ കിട്ടാൻ ചിലപ്പോൾ 450 ആയിരിക്കും. അതേസമയത്ത് 700 മാർക്കിനാണ് ഫസ്റ്റ് റാങ്കെങ്കിൽ ജിപ്മറിൽ എന്തായിരിക്കും 550 മാർക്ക് കിട്ടേണ്ടി വരും. അപ്പോൾ നീറ്റാണ് വേണ്ടത്. റിപ്പീറ്റൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് തൊട്ട് താഴെയൊക്കെ പോകുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു +2 കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നീറ്റ്, അതായത് ഒരു മാസത്തെ നീറ്റ് ക്രാഷ് കൊണ്ട് MBBS ഒന്നും കിട്ടില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ സാധനത്തിലേക്ക് എത്തൽ ഇറ്റ്സ് വിൽ നോട്ട് ബി ദാറ്റ് ഈസി. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. AFMCയിൽ ആൺകുട്ടികൾക്ക് എന്തെങ്കിലും നഴ്സിംഗിന് സീറ്റില്ല. ആൻഡ് ജിപ്മറിൽ എനിക്ക് തോന്നുന്നു ആകെ 8 സീറ്റ് അങ്ങനെ ആൺകുട്ടികൾക്കുള്ളൂ. അപ്പോൾ ആൺകുട്ടികൾ എന്ത് ചെയ്തോ, ഇത് ഓൾമോസ്റ്റ് പറ്റൂല എന്നങ്ങോട്ട് വിചാരിച്ചോ. അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഓൾമോസ്റ്റ് എന്തായിരിക്കും, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിരിക്കും. നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ക്യാമ്പസിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അവിടുത്തെ അഡ്മിഷന് നമ്മൾ എന്താണ് LBS എന്നുള്ളത്, എന്താ ലാൽ ബഹദൂർ ശാസ്ത്രി എന്തോ ഒരു സാധനമാണ് എന്നുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആൻഡ് ഇവിടെ ബേസിക്കലി നോക്കുന്നത് നഴ്സിംഗിൻ്റെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, +1 ഇല്ല, നിങ്ങളുടെ +2 മാർക്ക് മാത്രം.
+2 നിങ്ങളുടെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മാർക്കാണെങ്കിൽ പിന്നെ കട്ട് ഓഫിന് പ്രിഫറൻസ് വരാൻ പോകുന്ന ബയോളജിക്കാണ് ഏറ്റവും ബെസ്റ്റ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക റാങ്ക് വരാൻ പോകുന്നത്. ആൻഡ് ഇവിടുത്തെ കേസിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ബയോളജി എക്സാം കഴിഞ്ഞിട്ടില്ല. ബയോളജി എക്സാമിൽ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെയും സാധാരണ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ എത്ര % കിട്ടിയാലാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി ചെയ്യും. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് താഴോട്ടേക്ക് പോന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ 99% ഒക്കെ വേണ്ടി, കാരണം പരീക്ഷ അത്രയ്ക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പം പഠിക്കും, ഫിസിക്സും കെമിസ്ട്രിയും ഓൾറെഡി കഴിഞ്ഞു, ബയോളജിയിൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു ഫീസ് ഏകദേശം വരുന്നത് ഒരു 27 to 30K പെർ ഇയർ ആട്ടോ, പെർ ഇയർ. അതായത് ഒരു വർഷം ഏകദേശം എന്താണ് 27,000 to 30,000 രൂപയാണ്. ട്യൂഷൻ ഫീസ് മാത്രമാണ്, ഹോസ്റ്റൽ ഫീസ് ബാക്കി സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈവറ്റിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയാണ്ട്, കുറച്ച് സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. അതായത് ഈ കോപ്പറേറ്റീവ് പോലത്തെ സംഭവം തോന്നുന്നുണ്ട്. അവിടെ ആകുമ്പോൾ ഈ LBS തന്നെയാണ് അഡ്മിഷൻ ഫീസ് കുറച്ചും കൂടെ കൂടും, ഒരു 70K എത്തും കേട്ടോ. ഇനിയിപ്പോൾ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, നമ്മളെ KMCT, അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുള്ള ഒരുവിധം സ്ഥാപനങ്ങൾക്കൊക്കെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, അത് കൂടാതെ എന്തുണ്ട് പ്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പെങ്ങൾ അവിടെയാണ് പഠിച്ചത്, പ്രൈം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പാലക്കാടുള്ള. അപ്പോൾ അതൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആണ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 50% ഓഫ് ദ സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെറിറ്റിലാണ്. അത് ഈ LBS നിങ്ങൾ, അതായത് LBS റാങ്ക് ഇങ്ങനെ വന്ന് ഒരു 500 റാങ്ക് വരെ നഴ്സസിന് കൊടുത്തു കഴിഞ്ഞാൽ 501 മുതൽ 500 റാങ്ക് വരെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 501 മുതൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോവാം. അവിടുത്തെ ഫീസ് വരുന്നത് 50% ഓഫ് ദ സീറ്റ്. ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പകുതി സീറ്റ് എന്തായിരിക്കും ഈ ഗവൺമെൻറ് മെറിറ്റിലായിരിക്കും. അവിടുത്തെ ഫീസ് കഴിഞ്ഞ വർഷമൊക്കെ ജസ്റ്റ് ലെസ് ദാൻ 100K, അതായത് 1 ലക്ഷം രൂപയാണെങ്കിൽ ഈ വർഷം, ഇത് ഒഫീഷ്യലൊന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കോളേജ് പ്രിൻസിപ്പളെ വിളിച്ച് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം ഈ വർഷത്തെ ഫീസ് വരുന്നത് ഓൾമോസ്റ്റ് എന്താണ് 1,10,000 മുകളിൽ, 1,18,000 എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ഞാൻ എന്ത് ചെയ്യാണ്, 1,10,000 മുകളിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1,10,000 പ്ലസ് ഹോസ്റ്റൽ ഫീസ്, അപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയാവും. 4 വർഷം 8 ലക്ഷം. അതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് നന്നാവാൻ നീറ്റൊക്കെ എഴുതിയിട്ട് എന്താ ഒരു MBBS കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അങ്ങോട്ട് പോന്നാട്ടോ. ഒരു വർഷം ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര കൂടുതലാണ്. ആൻഡ് രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും, ബാക്കി 50% എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചില ആൾക്കാർ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. ആൻഡ് അതിലും ഫീസ് വരുന്നത് ഈ സെയിം സാധനമാണ്, അതായത് ഗവൺമെൻറ് മെഡിക്കൽ മെറിറ്റിലുള്ള സെയിം സീറ്റ്. അപ്പോൾ നിങ്ങൾ പിന്നെന്ത് മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടാൻ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ കിമ്പളമൊക്കെ കൊടുക്കേണ്ടി വരും. ആൻഡ് അതും ചില നഴ്സിംഗ് കോളേജിൽ 11 ലക്ഷം രൂപയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൊണേഷൻ പോലെയൊക്കെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങാൻ ഉണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും കേട്ടോ, ഇതിനൊരു ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 11 ലക്ഷം രൂപ ഡൊണേഷനായി കൊടുക്കുന്നു, പിന്നെ ഒരു 2 ലക്ഷം വെച്ച് 4 വർഷം 8 ലക്ഷം, ചുരുക്കി പറഞ്ഞാൽ 20 ലക്ഷം രൂപ പഠിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ 20 ലക്ഷം വേഗം തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ, അല്ലാതെ ഒരിക്കലും ഡോക്ടറിൻ്റെ ആ പ്രസ്റ്റീജ് ഒന്നും എന്ത് വരുന്നില്ല, ഇതിൽ വരുന്നില്ലല്ലോ. അപ്പം വേർത്തായിരിക്കും, അതായത് സംഭവം സത്യമാണ്. 2 വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്യുക, പിന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദാറ്റ് 20 lakh ബാക്ക് എന്നുള്ള ഇതിൽ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ മക്കളെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ബയോളജി നന്നായി പഠിച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കയറുക, അല്ലെങ്കിൽ ഗവൺമെൻറ് മെറിറ്റിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. അതിൻ്റെ അപ്പുറം നിങ്ങൾ പോവരുത്. ഇറ്റ്സ് നോട്ട് ഗുഡ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട്, ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ള അതർ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ് വളരെ സിമ്പിളാണ്. അവിടെ ഓരോരോ മെഡിക്കൽ കോളേജ് ഓരോ ഫീസ് ഉണ്ടാവും, അതിലേതാ കുറവെന്നൊക്കെ നിങ്ങൾ പോകാമെന്നുള്ളതാണ്. വീണ്ടും എൻ്റെ സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, ഞാൻ 2012 BTech കഴിഞ്ഞാണ്. അതിനുശേഷം ഇപ്പോൾ NIT പഠിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പാരൻസ്, ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ ലൈഫ് അഡ്വൈസ് അല്ല അവിടെ പോയി അവിടുത്തെ ഒരുപാട് ഫ്യൂച്ചർ കരിയറുമായിട്ടൊക്കെ പലപ്പോഴും എന്നോട് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് പ്രൈവറ്റിൽ നിങ്ങൾ പഠിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടുത്തെ കൾച്ചർ, ആ ഒരു 4 വർഷം അവിടുത്തെ എന്താ പറയുക പ്രശ്നങ്ങളാണ്. പക്ഷേ പൈസ ചിലപ്പോൾ എന്തായിരിക്കും, കേരളത്തിലെ നഴ്സിങ്ങിനേക്കാൾ പൈസ കുറവായിരിക്കും. ഈ ഫിനാൻസ് റിയലി മാറ്റേഴ്സ്. നിങ്ങൾ അവിടെ പോയി പഠിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, വഴി തെറ്റിപ്പോവരുത്.
വഴിതെറ്റി പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ശരിതെറ്റുകൾക്ക് അനുസരിച്ചായിരിക്കണം. കാരണം 4 വർഷങ്ങൾ അവിടെ പോയിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയായിരിക്കും നിങ്ങളെ പാരൻസ് നിങ്ങൾ അവിടെ വിടുന്നുണ്ടാവുക. ആൻഡ് അതെന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കേരളത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കണം കേട്ടോ. ഉറപ്പല്ലേ? യെസ് എന്ന് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ, നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ. കാരണം ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴും ഓർക്കണം, ഇല്ലാത്ത പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണ് നിങ്ങൾ പാരൻസ് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി. എൻ്റെ അവരൊക്കെ ഓരോ ദിവസം എണ്ണി തീർക്കുകയാണ്. എന്ത് 4 വർഷം കഴിഞ്ഞാൽ മോളെന്ത് ചെയ്യും, നല്ലൊരു ജോലിക്ക് കയറുന്നുള്ളത്. അത് ഓർക്കണം ആ 4 വർഷം. ഓക്കെ, നെക്സ്റ്റ് അതർ സ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നുള്ളത് GNM എന്നുള്ളൊരു ഓപ്ഷനാണ്. GNM എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾ സയൻസ് കുട്ടികളായതുകൊണ്ട് തന്നെ GNMനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്. കാരണം GNMന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, GNM ഈസ് നോട്ട് ഈക്വലൻ ടു എന്താണ് BSc നഴ്സിംഗ് ആണ് സംഭവം. ഹോസ്പിറ്റൽസുകളിലൊക്കെ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇപ്പം നേഴ്സസിനെ ഡോക്ടേഴ്സിൻ്റെ ഒരു അസിസ്റ്റൻസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ GNM കഴിഞ്ഞ ആൾക്കാരെ നേഴ്സസിൻ്റെ ഒരു അസിസ്റ്റൻസ് ആയിട്ടാണ് കാണുക. ഇപ്പം അങ്ങനെയുണ്ട്, മുറിവ് കെട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പൊതുവേ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കേസ് ഇത് വളരെ എന്താ പറയുക റിലേറ്റീവായിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർ പറഞ്ഞാൽ GNM അല്ല ANM ആണ്, വീണ്ടും ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അവരാണെന്ന് പറയുന്നത്. അതൊന്നാമത്തെ കേസ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ നഴ്സിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ എന്താ ഉണ്ടാവുക, പുറത്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെയും നോക്കിയിട്ടില്ല, പക്ഷേ GCC ദുബായ് അല്ലെങ്കിൽ അബുദാബി UAE ഖത്തർ പോലത്തെ പല സ്ഥലത്തും നഴ്സിംഗ് റോളിലേക്ക് നിങ്ങൾക്ക് GNM ഉണ്ടെങ്കിൽ പറ്റില്ല. അവർ വളരെ മാൻഡേറ്ററി ആയിട്ട് എന്തുണ്ട് BSc നഴ്സിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ GNMന് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 2.5 വർഷം കൂടെ വീണ്ടും പഠിച്ചിട്ട് എന്തുണ്ട് ഒരു പോസ്റ്റ് PG പോലത്തെ ഒരു കോഴ്സ് ഉണ്ട്, അതിൻ്റെ പേരെന്നോട് മറന്നുപോയി. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഈക്വലൻ്റ് ആവും. പക്ഷേ അതിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. വെറുതെ നിങ്ങൾക്ക് BSc നഴ്സിംഗിനെ പഠിച്ചാൽ അവർ വെറുതെ 2.5 വർഷം കൂടി കഴിയുന്നത്. അതേ സ്ഥാനത്ത് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആൾക്കാർക്ക് ഇനി എന്തായാലും എനിക്ക് നഴ്സിങ്ങിന് പോകണം, സയൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ നഴ്സിങ്ങിന് പോകണ സയൻസ് എടുക്കണമായിരുന്നു എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കൊമേഴ്സ് എടുത്തതെന്നുള്ള ആൾക്കാരൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ GNMന് പോകുന്നതിന് കുഴപ്പമില്ല. ആൻഡ് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയാണ്. മിഡ്വൈഫറി എന്ന് പറയുമ്പം ഈ ഓൾഡ് ഏജ് ഹോംസ്, കെയർ ഹോംസ് തുടങ്ങിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അറ്റ് ദ എൻഡ് ജോലി കിട്ടുക. അത്ര സുഖമുള്ള ജോലിയല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ജോബ് ലെവലിൽ സാലറി വൈസ് അല്ല, ആലോചിച്ചിട്ട് മാത്രം GMന് പോവാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഈസ് ദിസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ട്, വേറെ ഏത് കോഴ്സിനെ കുറിച്ചൊന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.